നീതിമാനായ ധീരനായ തേരാളിയായ ഒരുപക്ഷെ അർജുനനേക്കാൾ ഏറെ മികച്ച യോദ്ധാവായ മഹാഭാരതത്തിലെ ദുരന്ത നായകൻ. സത്യത്തിൽ ഞാൻ ഇത്രയേറെ പറയേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ആരെയാണ് ഇത്രയേറെ വിശേഷിപ്പിച്ചതെന്ന്. അതെ, സാക്ഷാൽ സൂര്യപുത്രനായ കർണനെ തന്നെയാണ്. കുന്തിപുത്രനായി ജനിച്ചിട്ടും പാണ്ഡവരുടെ മൂത്ത സഹോദരനായിരുന്നിട്ടും ദുരന്തങ്ങൾ മാത്രം നേരിടേണ്ടി വന്ന നിസ്സഹായൻ, അതാണ് കർണൻ. ഹസ്തിനപുരത്തിലെ രാജകുമാരനായ ദുര്യോധനായിരുന്നു കർണന്റെ ഉറ്റ സുഹൃത്ത്. ആ സൗഹൃദത്താൽ നീതിമാനായ കർണൻ ദുരന്തനായക പരിവേഷത്തിലേക്ക് എത്തപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിനൊപ്പം കർണന് ചുമക്കേണ്ടി വന്ന ശാപങ്ങളുടെ കണക്കും ഒന്നും രണ്ടുമൊന്നുമല്ല. നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം: മഹാഭാരതത്തിലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? കർണനോ, അർജുനനോ, അതുമല്ലെങ്കിൽ ഭീമനോ? ആരാണ്? അതാരായാലും തീർച്ചയായും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുന്തിയുടെ മന്ത്രപരീക്ഷണത്തിന്റെ ഫലമായി സൂര്യദേവനിൽ നിന്നും ലഭിച്ച ദിവ്യപ്രസാദമായിട്ടാണ് വേദവ്യാസൻ ഇതിഹാസത്തിൽ കർണനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുന്തിപുത്രനായി ജനിച്ചിട്ടും സ്വന്തം സഹോദരന്മാരായ പാണ്ഡവർക്കെതിരെയായി കൗരവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്ത ആളുകൂടിയാണ് ഈ കർണൻ. പെറ്റമ്മയായ കുന്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട കർണൻ കൗന്ദേയനെങ്കിലും ജീവിതത്തിൽ രാധേയനായി അറിയപ്പെട്ടു. തേരാളിയായ അധിരഥന്റെയും ഭാര്യ രാധയുടെയും മകനായി വളരേണ്ടി വന്ന കർണനെ സൂതപുത്രനായി പാണ്ഡവരുൾപ്പെടെയുള്ള ബന്ധുജനങ്ങൾ കണക്കാക്കി. വ്യാസഭാരതത്തിൽ സൂതപുത്രൻ, ആദിരഥി, രാധേയൻ, സൂര്യപുത്രൻ, അങ്കേശൻ, വൈകർത്തനൻ തുടങ്ങി അനേകം പേരുകളിൽ കർണൻ പ്രസിദ്ധനാണ്. കർണന്റെ ആയുധ വിദ്യാഭ്യാസം കൗരവ പാണ്ഡവ പുത്രന്മാരോടുകൂടി ഗുരുവായ ദ്രോണാചാര്യരുടെ കീഴിൽ നടന്നു. പിന്നീട് പരശുരാമന്റെ കീഴിലും ആയുധ വിദ്യാഭ്യസിച്ചു. പാണ്ഡുപുത്രന്മാരുടെയും ധൃതരാഷ്ട്രപുത്രന്മാരുടെയും ആയുധ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവർക്ക് ഓരോരുത്തർക്കുമുള്ള സാമർഥ്യം സഭയിൽ പരീക്ഷിച്ചറിയുവാൻ വേണ്ടി ഒരു പരീക്ഷാരംഗം സജ്ജമാക്കാൻ ഭീഷ്മാചാര്യർ ഏർപ്പാട് ചെയ്തു. അർജുനനെ പോലെ എല്ലാവിധ ആയുധങ്ങളിലും പ്രത്യേകിച്ച് അസ്ത്രവിദ്യയിൽ ഏറ്റവും സമർത്ഥനായി മറ്റാരുമില്ല എന്ന അഭിപ്രായം സഭയിൽ ഉയർന്നു വന്നു. ഉടനെ അതിനെ നിഷേധിച്ചുകൊണ്ട് ദുര്യോധനൻ കർണനെ രംഗത്ത് കൊണ്ടുവന്നു. അർജുനനും കർണനും തമ്മിൽ മത്സരിച്ച് സാമർത്ഥ്യം തെളിയിക്കട്ടെ, അപ്പോൾ ആരാണ് ഏറ്റവും സമർത്ഥനെന്ന് തീരുമാനിക്കാമെന്ന് ദുര്യോധനൻ ഉദ്ഘോഷിച്ചു. എന്നാൽ ഇത് കേട്ട് കൃപാചാര്യർ കർണനെ വളരെയധികം പുച്ഛിച്ചു. ക്ഷത്രിയനും രാജവംശവുമായ അർജുനന്റെ മുന്നിൽ വെറും സൂതപുത്രനും കുലഹീനനുമാണ് കർണനെന്നും അദ്ദേഹം അധിക്ഷേപിക്കുകയുണ്ടായി. തുടർന്ന് രംഗത്ത് നിന്നും പുറത്തു പോകുവാനും ആജ്ഞാപിച്ചു. തൽക്ഷണം തന്നെ ദുര്യോധനൻ ഹസ്തിനപുരം ചക്രവർത്തിയായ ധൃതരാഷ്ട്രരുടെയും ഗുരുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ കർണനെ അംഗരാജ്യത്തെ രാജാവായി പ്രഖ്യാപിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഈ സംഭവങ്ങളോടെ ദാനശീലനും സദ്ഗുണങ്ങളും സദാചാര മര്യാദകളും ജന്മം കൊണ്ട് ഉത്കൃഷ്ടനുമായിരുന്ന കർണൻ ദുര്യോധനന്റെ ആത്മമിത്രമായി മാറി. അതേസമയം ഇത് കർണനെ പാണ്ഡവരുടെ ശത്രുവുമാക്കി തീർത്തു. ആപത്തിൽ അഭിമാനം കാത്ത ആത്മമിത്രമായ ദുര്യോധനന്റെ ഏത് ദുഷ്ടപ്രവൃത്തിക്കും കർണൻ കൂട്ടുനിന്നു. കർണൻ വൃക്ഷാലി എന്ന യുവതിയെ വിവാഹം ചെയ്യുകയും അതിൽ 9 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. വ്രസസേന, ശുദ്ധാത്മ, ശത്രുഞ്ജയ, ദ്വിപദ, സുസേന, സത്യേശ, ചിത്രസേന, സുശർമ്മ, വൃഷകേതു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരാണവർ. മഹാഭാരത യുദ്ധം ആസന്നമായ നാളുകളിൽ ഒരു ദിവസം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ വിചാരിക്കുകയുണ്ടായി, യുദ്ധത്തിൽ തന്റെ പുത്രനായ അർജുനന്റെ പ്രധാന എതിരാളി കർണനായിരിക്കും. അവന്റെ ശരീരത്തിൽ കവചകുണ്ടലങ്ങളുള്ള കാലത്തോളം അവനെ ആർക്കും വധിക്കുവാനോ ജയിക്കുവാനോ സാധ്യവുമല്ല. അതിനാൽ ദാനശീലനായ കർണന്റെ കയ്യിൽ നിന്നും അത് എങ്ങനെയെങ്കിലും ചോദിച്ചു വാങ്ങണം. ഇന്ദ്രന്റെ ഇപ്രകാരമുള്ള വിചാരം ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ് സൂര്യഭഗവാൻ ഒരു ദിവസം രാത്രിയിൽ ഏകനായിരിക്കുന്ന കർണന്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉപചാരപൂർവ്വം വന്ദിച്ച കർണനോട് സൂര്യൻ അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ജനിച്ചപ്പോൾ കർണന്റെ ശരീരത്തിൽ താൻ അണിയിച്ച കവചകുണ്ടലങ്ങൾ ഒരിക്കലും കൈവിടിയരുതെന്നും അവ ശരീരത്തിലുള്ള കാലത്തോളം നിന്നെ ആർക്കും ജയിക്കാൻ സാധ്യമല്ലെന്നും സൂര്യഭഗവാൻ അറിയിച്ചു. ബ്രാഹ്മണ വേഷധാരിയായി വന്ന ഇന്ദ്രന് കർണൻ അവ ദാനം ചെയ്യുകയും ചെയ്തു. കുന്തിദേവി കർണന് മുന്നിൽ വന്ന് കർണൻ അവരുടെ മകനാണെന്നും പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നും വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സുഹൃത്തായ ദുര്യോധനനെ കൈവിടാൻ തയ്യാറല്ലെന്നും മാതാവിന് വേണ്ടി അർജുനനൊഴിച്ചുള്ള പാണ്ഡവരെ താൻ വധിക്കില്ലെന്നും കർണൻ കുന്തിയെ അറിയിക്കുകയും ചെയ്തു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള സ്പർദ്ധ കാലക്രമേണ വളർന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയും ഒടുവിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന ഭയങ്കരമായ ഭാരത യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷം ചേർന്നാണ് കർണൻ പോരാടിയത്. കവചകുണ്ടലങ്ങൾക്ക് പകരമായി കർണൻ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും വൈജയന്തി എന്നൊരു വേൽ വാങ്ങിയിരുന്നു. അർജുനന് നേരെ പ്രയോഗിക്കാൻ കർണൻ ഇത് സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഇതറിയാവുന്ന കൃഷ്ണൻ ഭീമപുത്രനായ ഘടോത്കചനെ യുദ്ധത്തിന്റെ 14-ാം ദിവസം കർണന് നേരെ അയക്കുകയും വേലുപയോഗിച്ച് കർണൻ ഘടോത്കചനെ വധിക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ 16-ാം ദിവസം എത്തി. കർണൻ സർവ്വസൈന്യാധിപനായി നിയമിതനായി.
കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം ദിവസമാണ് കർണൻ കൊല്ലപ്പെടുന്നത്. അർജുനനുമായി നേരിട്ട് ഏറ്റുമുട്ടിയ കർണൻ തന്റെ രഥം ചെളിയിൽ താണുപോയതിനെ തുടർന്ന് ഏറ്റുമുട്ടൽ തൽക്കാലം നിർത്തിവെക്കാൻ അർജുനനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോഴല്ലാതെ പിന്നൊരിക്കൽ കർണനെ കൊല്ലാനാവില്ലെന്നറിയുന്ന കൃഷ്ണൻ ഉടൻ തന്നെ കർണനെ വധിക്കാനായി അർജുനനെ ഉപദേശിക്കുകയാണ്. തുടർന്ന് അർജുനൻ കർണനെ ചതിയിൽ വധിക്കുന്നു. കർണന്റെ വധത്തിന് നിരവധി ശാപങ്ങളും കാരണമായിട്ടുണ്ട്. ക്ഷത്രിയനായ കർണൻ ഒരു ബ്രാഹ്മണൻ എന്ന വ്യാജേനയാണ് ക്ഷത്രിയ വിദ്വേഷിയായ പരശുരാമന്റെ അടുക്കലേക്ക് ആയുധവിദ്യ അഭ്യസിക്കാനായിട്ട് എത്തുന്നത്. ഒരിക്കൽ കർണന്റെ മടിയിൽ പരശുരാമൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ദ്രൻ ഒരു വണ്ടായി വന്ന് കർണന്റെ തുടകൾ തുളയ്ക്കുകയാണ്. ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരാതിരിക്കാൻ കർണൻ ആ വണ്ടിന്റെ ശല്യം സഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉണർന്നെഴുന്നേറ്റ ഗുരു കാണുന്നത് ചോരയൊലിപ്പിച്ചിരിക്കുന്ന കർണനെയാണ്. തുടർന്ന് കർണൻ ക്ഷത്രിയനാണെന്നറിയുന്ന പരശുരാമൻ അവശ്യ സമയത്ത് പഠിച്ച വിദ്യ ഉപകരിക്കാതിരിക്കട്ടെ എന്ന് കർണനെ ശപിക്കുകയാണ്. ഈ പഠനത്തിനിടയ്ക്ക് കർണൻ ഒരു ബ്രാഹ്മണന്റെ പശുവിനെ കൊല്ലുകയും ബ്രാഹ്മണൻ കർണനെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരിക്കൽ ഭൂമിദേവിയും കർണനെ ശപിക്കുന്നുണ്ട്. ഈ ശാപങ്ങൾ കാരണമാണ് കർണന്റെ രഥം യുദ്ധത്തിനിടെ ചളിയിൽ ആണ്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് കർണൻ എന്ന നീതിമാനായ ധീരനായ ദുരന്ത നായകന്റെ ജീവിതത്തിന്റെ ഒരു ഏട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.